ഗൾഫ് വാർത്തകളിലേക്കാണ്. പുതിയ ഉംറ സീസൺ ആരംഭിച്ചു. ഇന്നു മുതൽ ഉംറ വിസകൾ അനുവദിച്ചു തുടങ്ങി. ഇന്നു മുതൽ വിദേശ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ ഇറങ്ങാം. 2027 മാർച്ച് 9 വരെയായിരിക്കും ഉംറ വിസകൾ അനുവദിക്കുക. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചതോടെ പുതിയ ഉംറ സീസൺ ആരംഭിച്ചു. ഹജ്ജിനോടനുബന്ധിച്ച് നിർത്തിവച്ചിരുന്ന ഉംറ വിസകൾ ഇന്നു മുതൽ അനുവദിച്ചു തുടങ്ങി. ഇന്നു മുതൽ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിലെത്താൻ അനുമതിയുണ്ടാകും. നാളെ, അതായത് ജൂൺ 1 മുതൽ ഉംറ തീർത്ഥാടകർക്ക് മക്കയിലേക്ക് പ്രവേശിക്കാം. നുസുക്ക് ആപ്പ് വഴിയുള്ള ഉംറ പെർമിറ്റുകളുടെ വിതരണവും നാളെ ആരംഭിക്കും. 2027 മാർച്ച് 9, അതായത് ഷവ്വാൽ 1 വരെ മാത്രമായിരിക്കും പുതിയ സീസണിലെ ഉംറ വിസകൾ അനുവദിക്കുക. ഉംറ തീർത്ഥാടകർക്ക് സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാനുള്ള അവസാന തീയതി 2027 മാർച്ച് 23 ആയിരിക്കുമെന്നും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. തീർത്ഥാടനം പൂർത്തിയാക്കി എല്ലാ ഉംറ തീർത്ഥാടകരും അടുത്ത വർഷം ഏപ്രിൽ 7 ആകുമ്പോഴേക്കും സൗദിയിൽ നിന്ന് മടങ്ങേണ്ടതുണ്ട്. ഉംറ കമ്പനികളും വിദേശ ഏജന്റുമാരും ഈ സമയക്രമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. താമസ സൌകര്യം, ഗതാഗതം, ഭക്ഷണം എന്നിവ ഉൾക്കൊള്ളുന്ന ഉംറ പാക്കേജ് മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ലഭിക്കും. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് തീർത്ഥാടകരുടെ മടക്കയാത്ര കഴിഞ്ഞ ദിവസം മാത്രമാണ് ആരംഭിച്ചത്. ഹജ്ജ് തീർത്ഥാടകർ സൗദിയിൽ ഉള്ളപ്പോൾ തന്നെ വിദേശ ഉംറ തീർത്ഥാടകരും സൗദിയിലുണ്ടാകും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി രാജ്യത്തേക്ക് മടങ്ങിയെത്തിയ തീർത്ഥാടകർക്ക് ദുബായ് എയർപോർട്ടിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. യുഎഇയുടെ ആദ്യത്തെ മര്യാദയും ആദരവും പ്രതിഫലിക്കുന്ന പ്രത്യേക പരിപാടിയിലൂടെയാണ് തീർത്ഥാടകരെ സ്വീകരിച്ചത്. തീർത്ഥാടകരുടെ പാസ്പോർട്ടുകളിൽ പ്രത്യേക സീലും പതിപ്പിച്ചു. ഹജ്ജ് പൂർത്തിയാക്കി വിമാനത്താവളത്തിലെത്തിയ തീർത്ഥാടകരെ GDRFA ജീവനക്കാരും കുട്ടികളും ചേർന്ന് സ്വീകരിച്ചു. പൂക്കൾ സമ്മാനിച്ച് ഹാജിമാരുടെ മടങ്ങിവരവ് ആഘോഷമാക്കി. തീർത്ഥാടകരുടെ വരവ് സുഗമമാക്കുന്നതിനായി ദുബായ് വിമാനത്താവളങ്ങളിൽ പ്രത്യേക കൗണ്ടറുകളും ലൈനുകളും ഒരുക്കിയിരുന്നു. പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ സേവനവും വിവിധ ഏവിയേഷൻ അതിർത്തി വിഭാഗങ്ങളുമായുള്ള ഏകോപനവും കാരണം പ്രവേശന നടപടികൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ സാധിച്ചു. യാത്രക്കാരുടെ അനുഭവം കൂടുതൽ മികച്ചതാക്കുകയും സേവന മികവും മാനുഷിക പരിഗണനയും ഒരുമിച്ച് നൽകുകയും ചെയ്യുക എന്നതാണ് ഇത്തരം പ്രവർത്തികളുടെ ലക്ഷ്യമെന്ന് GDRFA വ്യക്തമാക്കി. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ തീർത്ഥാടകരെ സ്വീകരിക്കുന്നത് ആത്മീയവും മാനവികവുമായ വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് GDRFAയുടെ എയർപോർട്ട് അഫയേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ തലാൽ അഹമ്മദ് അൽ ഷങ്കീതി പറഞ്ഞു. UAEയുടെ യഥാർത്ഥ ആതിഥ്യ മര്യാദയും ആദരവും പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്വീകരണം ഒരുക്കിയതെന്നും യാത്രാ സേവനങ്ങളിൽ മികച്ച നിലവാരം ഉറപ്പാക്കുന്നതിനും മനുഷ്യസ്നേഹത്തിനും വലിയ പ്രാധാന്യം നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ദേശീയ മതപരമായ അവസരങ്ങളിൽ യാത്രക്കാർക്ക് മികച്ച അനുഭവം ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സംഘം തിരിച്ചെത്തി. അൽഹിന്ദ് ഹജ്ജ് ഗ്രൂപ്പിന് കീഴിലുള്ള സംഘമാണ് ആദ്യം നാട്ടിൽ തിരിച്ചെത്തിയത്. ജിദ്ദയിൽ നിന്നും നേരിട്ടുള്ള ഇൻഡിഗോ, സൗദി എയർലൈൻസ് വിമാനങ്ങളിൽ ഇന്നാണ് സംഘം എത്തിയത്. കോഴിക്കോട്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലാണ് തീർത്ഥാടകർ ഇറങ്ങിയത്. വരും ദിവസങ്ങളിലും കൂടുതൽ ഹാജിമാർ നാട്ടിലെത്തും. കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയ തീർത്ഥാടകർക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. സ്വീകരണ ചടങ്ങിൽ നസീം പുളിക്കൽ, നജീബ് നടുത്തൊടി, വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര അടുത്ത ദിവസം ആരംഭിക്കും. ഇന്ത്യയിലേക്കുള്ള ഹജ്ജ് മടക്കയാത്ര വിമാന സർവീസുകൾ നാളെ ആരംഭിക്കുമെന്ന് ഇന്ത്യൻ കൌൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകരുടെ മദീന സന്ദർശനവും നാളെ ആരംഭിക്കും. എല്ലാ ഇന്ത്യൻ തീർത്ഥാടകരും സുരക്ഷിതമായി കർമ്മങ്ങൾ പൂർത്തിയാക്കിയതായി കൌൺസുൽ ജനറൽ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകരും ഹജ്ജ് കർമ്മങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. ഇന്നലത്തോടെ തീർത്ഥാടകരെല്ലാം മിനായിൽ നിന്ന് മടങ്ങി. കർമ്മങ്ങൾ പൂർത്തിയാക്കിയ തീർത്ഥാടകരെയെല്ലാം കോൺസുൽ ജനറൽ പ്രത്യേകം അഭിനന്ദിച്ചു. I am pleased to inform that the core Hajj period has been successfully completed with the safe return of pilgrims from Mina on the 13th of Zulhijjah, which was yesterday. This marks the completion of the most significant rites of the Hajj journey. On this blessed occasion, I extend my heartfelt congratulations to all the pilgrims for the successful fulfillment of Hajj. Hajj Mubarak to you all. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയെത്തിയ തീർത്ഥാടകരുടെ മടക്കയാത്ര നാളെ ആരംഭിക്കുമെന്നും കോൺസുൽ ജനറൽ പറഞ്ഞു. That the departure phase will commence from the 1st of June, which is tomorrow.
Arrangements are in place to ensure a smooth and organized return process for all the pilgrims. We wish all pilgrims a safe, comfortable, and peaceful journey back to their homes. ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത ഇന്ത്യൻ തീർത്ഥാടകരുടെ മദീന സന്ദർശനവും നാളെ ആരംഭിക്കും. ജിദ്ദയിൽ വിമാനമിറങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള 71,000-ഓളം തീർത്ഥാടകരാണ് ഇനി മദീന സന്ദർശിക്കാൻ ബാക്കിയുള്ളത്. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിൽ എത്തിയ 10,000-ഓളം തീർത്ഥാടകർ ഹറമേൻ ട്രെയിൻ വഴിയും ബാക്കിയുള്ളവർ ബസ് മാർഗവുമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഈ വർഷത്തെ ഹജ്ജ് വേളയിൽ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടകർക്കായി ലുലു ഗ്രൂപ്പ് ഒരുക്കിയ പ്രത്യേക ശാഖകളുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. മിന, മുസ്തലിഫ, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ 10ഓളം സ്റ്റോറുകളാണ് ഉണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് തടസ്സമില്ലാതെ അവശ്യ സാധനങ്ങൾ ലുലു ഔട്ട്ലെറ്റുകൾ ലഭ്യമാക്കി. റോയൽ കമ്മീഷന്റെ മേൽനോട്ടത്തിലുള്ള കിദാന പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഈ സ്റ്റോറുകൾ ഹജ്ജ് വേളയിൽ തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസം പകർന്നു. ഹജ്ജ് വേളയിൽ പുണ്യസ്ഥലങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ലുലു ഗ്രൂപ്പ് നടത്തിയ പ്രത്യേക ഔട്ട്ലെറ്റുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കാണ് ഹജ്ജ് വേളയിൽ ലുലുവിന്റെ ഈ താൽക്കാലിക സ്റ്റോറുകൾ കൈത്താങ്ങായത്. അറഫ, മിന, മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്കായി 10ഓളം ശാഖകൾ ലുലു ഗ്രൂപ്പ് ഒരുക്കിയിരുന്നു. റോയൽ കമ്മീഷൻ ഫോർ മക്ക സിറ്റി ആൻഡ് ഹോളി സൈറ്റ്സിന്റെ മേൽനോട്ടത്തിലുള്ള കിദാന പദ്ധതിയുടെ ഭാഗമായായിരുന്നു ലുലുവിന്റെ സേവനം. 24 മണിക്കൂറും സജീവമായിരുന്ന ലുലു സ്റ്റോറുകൾ വഴി ലോകോത്തര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തടസ്സമില്ലാതെ വിതരണം ചെയ്തു. ഇതിനു പുറമെ പ്രമുഖ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമായ ഹങ്കർ സ്റ്റേഷനുമായി സഹകരിച്ച് തീർത്ഥാടകർക്ക് ഓൺലൈനായി സാധനങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു. സൗദി എക്സ്പോർട്സിന്റെ സൗദി മെയ്ഡ് പ്രോഗ്രാമുമായി സഹകരിച്ച് 1,00,000-ലധികം ഭക്ഷണപ്പൊതികളും ലുലു തീർത്ഥാടകർക്കായി വിതരണം ചെയ്തു. ലാഭത്തിനപ്പുറം ജനങ്ങളുടെ സേവനത്തിന് മുൻഗണന നൽകിക്കൊണ്ട് തീർത്ഥാടകരുടെ പുണ്യയാത്ര അവിസ്മരണീയമാക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയോടെയാണ് ലുലുവിന്റെ പ്രത്യേക ശാഖകൾ ഹജ്ജ് വേളയിൽ പ്രവർത്തന മികവ് തെളിയിച്ചത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നാളെ മുതൽ വമ്പൻ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് UAE. പാർക്കിംഗ്, ടോൾ ഫീസുകൾ വർദ്ധിക്കും. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കും. UAEയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെ ജൂൺ 1 ഏതാണ്ട് 9 ദിവസത്തെ പെരുന്നാൾ അവധിക്ക് ശേഷം സ്കൂളുകളൊക്കെ വീണ്ടും തുറക്കുകയാണ്. മാത്രമല്ല മറ്റ് ജോലി സ്ഥലങ്ങളിലൊക്കെയും വീണ്ടും തൊഴിലാളികൾ എത്തുന്നു. പുതിയൊരു മാസം തുടങ്ങുന്നു. ഈ മാസം UAEയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കാതലായ പല മാറ്റങ്ങളും UAEയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാസമാണിത്. പ്രധാനമായിട്ടും ശമ്പള വിതരണം, ഒപ്പം തന്നെ ഈ വാറ്റ് നികുതി, പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ മാറ്റമാണ് ഈ മാസം മുതൽ UAEയിൽ വരാൻ പോകുന്നത്. ഇതിൽ പലതും വളരെ പ്രധാനമുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകണം എന്നുള്ള ഒരു തീരുമാനമാണ്, ഒരു ഉത്തരവാണ്. അതായത് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകണം എന്നുള്ള ഒരു ഉത്തരവ് പുറത്ത് വന്നിരുന്നു. അത് നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതായത് സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും നാളെ മുതൽ, അതായത് എല്ലാ മാസവും ഇനി 1-ാം തീയതി ശമ്പളം ലഭിക്കും. അവർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസം 1-ാം തീയതി ലഭിക്കും, നാളെ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം തന്നെ ശമ്പളം നൽകാത്തവർക്ക് വലിയ പിഴത്തുകയൊക്കെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിന് ചെറിയ ഇളവുകളൊക്കെ നൽകും. പക്ഷേ അതിനുശേഷം കൃത്യമായി 1-ാം തീയതി ശമ്പളം നൽകാത്തവർക്ക് കാര്യമായിട്ടുള്ള പിഴ ഏർപ്പെടുത്തുന്നതാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം, ദുബായിൽ പാർക്കിങ്ങിന് നാളെ മുതൽ പണം കൂടുതൽ നൽകേണ്ടി വരും, കൂടുതൽ തുക നൽകേണ്ടി വരും. അത് വാറ്റ് കൂട്ടിയത് കൊണ്ടാണ്. 5% മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് കൂട്ടിയിട്ടുണ്ട് പാർക്കിങ്ങിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർക്കിങ്ങിൻ്റെ ഫീസ് കൂടുന്നതാണ്. ഒപ്പം തന്നെ സാലിക് ടോളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആ സാലിക് ആ ടോളിലും വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിന്, പൊതുവെ വാഹന ഉപയോഗത്തിന് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ ഈ പെട്രോളിൻ്റെ വില നാളെ മുതൽ കൂടുന്നുണ്ട്. അതും ഏതാണ്ട് കഴിഞ്ഞ മാസം കൂടിയതുപോലെ തന്നെ ഈ മാസവും കൂടിയിട്ടുണ്ട്. അപ്പോൾ 3 തരം പെട്രോളിനും വില കൂടിയിട്ടുണ്ട്, ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർക്കിംഗ് മീറ്ററുകൾ പൂർണ്ണമായിട്ടും പണരഹിതമാകും എന്നുള്ളതാണ്. കാർഡുകൾ ഉപയോഗിച്ച് മാത്രമേ അവിടെ പേയ്മെൻറ്റുകൾ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു നിയമമായി നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന കാര്യമാണ്. ഒപ്പം ഈ പ്രായപൂർത്തിയാകാനുള്ള പ്രായം 18 വയസ്സായി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ 2025 ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ 25 പ്രകാരം
അത് ഭേദഗതി നടത്തിയിട്ടാണ് ഇപ്പോൾ 21 നിന്നും 18 എന്നുള്ള വയസ്സാക്കി ഈ പ്രായപൂർത്തിയാകുന്ന വയസ്സ് കുറച്ചിരിക്കുന്നത്. എന്തായാലും ദൈനംദിന ചെലവുകൾ കൂടും എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം നേരത്തെ ലഭിക്കും, കൃത്യസമയത്ത് ലഭിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയൊരു മാറ്റത്തിനാണ് ഈ ജൂൺ 1 മുതൽ UAE സാക്ഷിയാകാൻ പോകുന്നത്. മലയാളികളുടെ നിത്യജീവിതത്തിലും ഭക്ഷണ സംസ്കാരത്തിലും ഒഴിച്ചുകൂടാനാകാത്ത മുരിങ്ങയ്ക്ക് ഓസ്ട്രേലിയയിൽ നിരോധനം. മുരിങ്ങ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ വിൽപ്പനയ്ക്കും ഭക്ഷ്യ ഇറക്കുമതിക്കുമാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ മുരിങ്ങ ഉൽപ്പന്നങ്ങളുടെ വാണിജ്യ വിൽപ്പനയ്ക്ക് നിരോധനം. വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും വലിയ കലവറയായ മുരിങ്ങയില, മുരിങ്ങക്കായ, പൂവ് എന്നിവ ഇനി മുതൽ ഓസ്ട്രേലിയൻ വിപണിയിൽ ലഭ്യമാകില്ല. മുരിങ്ങയോ മുരിങ്ങ അടങ്ങിയ ഉൽപ്പന്നങ്ങളോ ഭക്ഷണപദാർത്ഥമായോ ഭക്ഷ്യഘടകമായോ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുന്നത് ഔദ്യോഗികമായി നിരോധിച്ചു. മുരിങ്ങ എണ്ണ, മുരിങ്ങയില ചായ, മുരിങ്ങപ്പൊടി എന്നിവ ഭക്ഷണ സാധനമായി വിപണിയിൽ എത്തിക്കാൻ അനുമതി തേടിയുള്ള അപേക്ഷ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് നിരസിച്ചതോടെയാണ് ഈ നടപടി. ഓസ്ട്രേലിയൻ മുൻകാലങ്ങളിൽ മുരിങ്ങ പരമ്പരാഗത ഭക്ഷണമായി ഉപയോഗിച്ച് ചരിത്രമില്ലാത്തതിനാൽ ഇതിനെ നോവൽ ഫുഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തിന് ഇവ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്ന ദീർഘകാല ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാലാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. സൂപ്പർ മാർക്കറ്റുകളിലോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലോ മുരിങ്ങപ്പൊടിയോ മുരിങ്ങയില ചായയോ മറ്റോ ഭക്ഷണമായോ ആഹാരപൂരകങ്ങളായോ വിൽക്കാൻ പാടില്ല. കച്ചവട ആവശ്യങ്ങൾക്കായി മുരിങ്ങ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതിർത്തിയിൽ വച്ച് തടയും. അനുമതിയില്ലാതെ കൊണ്ടുവരുന്നവ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യും. എന്നാൽ തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ച ഔഷധങ്ങളുടെ രൂപത്തിൽ മുരിങ്ങ വിൽക്കാവുന്നതാണ്. മൃഗങ്ങൾക്കുള്ള തീറ്റ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ബയോഫ്യുവൽ നിർമ്മാണം എന്നിവയ്ക്ക് നിയന്ത്രണമില്ല. കച്ചവട ആവശ്യങ്ങൾക്ക് മാത്രമാണ് നിരോധനം എന്നതിനാൽ നേഴ്സറികളിൽ നിന്ന് വിത്തോ തൈയോ വാങ്ങി സ്വന്തം വീട്ടുമുറ്റത്ത് വളർത്തുന്നതിനും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനും തടസ്സമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ക്രിസ്റ്റീന ബെന്നി, 24 ഓസ്ട്രേലിയ. അമേരിക്കയിലെ മലയാളി എഞ്ചിനീയേഴ്സ് കൂട്ടായ്മയായ കീൻ സംഘടിപ്പിച്ച 4ാമത് വാർഷിക എഞ്ചിനീയറിംഗ് കരിയർ ഗൈഡൻസ് വർക്ക്ഷോപ്പ് സമാപിച്ചു. റട്ഗേഴ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗുമായി സഹകരിച്ചാണ് വർക്ക്ഷോപ്പ് നടത്തിയത്. എഞ്ചിനീയറിംഗ് മേഖലയിലെ വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങളെയും ഉപരിപഠന സാധ്യതകളെയും കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിവ് പകരുന്നതായിരുന്നു ഈ വർക്ക്ഷോപ്പ്. മിഥു മാമച്ചൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 40ഓളം വിദ്യാർത്ഥികളാണ് കേരള എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത്. റട്ഗേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഡീൻ ആരോൺ റോഡ്രിഗസ് നയിച്ച സെഷൻ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായി. വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് മേഖലയെ അടുത്തറിയാൻ സഹായിക്കുന്ന നിരവധി പ്രായോഗിക പരിശീലനങ്ങളും ഇന്ററാക്റ്റീവ് സെഷനുകളും റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി ഒരുക്കിയിരുന്നു. റട്ഗേഴ്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകൾ പങ്കെടുത്ത കുട്ടികളിൽ വലിയ കൗതുകമുണർത്തി. തുടർച്ചയായി പിന്തുണയ്ക്കും കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിനുമുള്ള നന്ദി സൂചകമായി റട്ഗേഴ്സ് ഡീൻ ആരോൺ റോഡ്രിഗസിന് കീൻ പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, സ്റ്റുഡന്റ് ഔട്ട്റീച്ച് ചെയർ ഷീന ഖുർഷിദ്, കീൻ വൈസ് പ്രസിഡന്റ് സിന്ധു സുരേഷ്, മുൻ പ്രസിഡന്റ് നീന സുധീർ എന്നിവർ ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു. This is Mithu Mamachan signing off from Mexico, 24 USA. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ അൻസിബ പുറത്തു പറഞ്ഞത് നിവൃത്തികേട് കൊണ്ടാകുമെന്ന് നടൻ ആസിഫ് അലി. സംഘടനയിലെ തർക്കങ്ങൾ അതിനുള്ളിൽ തന്നെ തീർക്കണം. അമ്മയുടെ നേതൃത്വത്തെ വിലയിരുത്താൻ സമയമായിട്ടില്ലെന്നും ആസിഫ് അലി ദുബായിൽ വെച്ച് പറഞ്ഞു. അമ്മയിലെ തർക്കങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയാണ് നടൻ ആസിഫ് അലി. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ തീരണം. അതിന് കഴിയാത്തതുകൊണ്ട് നിവൃത്തികേട് കാരണമാകും അൻസിബെ പോലെയുള്ളവർക്ക് പുറത്ത് പ്രതികരിക്കേണ്ടി വരുന്നത്. ജാതിമത വിഷയങ്ങൾ വരുമ്പോൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് പ്രതികരിക്കുന്നതാണ് ഉചിതം. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം. അല്ല, അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അത് അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും. ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയുടെ നേതൃത്വത്തെ വിലയിരുത്താനായിട്ടില്ല. കമ്മിറ്റിക്ക് കൂടുതൽ സമയം നൽകണം. ഇനി കുറച്ച് സമയം കൂടെ കൊടുക്കണം. ഇവരെല്ലാവരും ഇപ്പൊ ശ്വേത ചേച്ചി ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ മുന്നിലേക്ക് വന്നിട്ട് ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. ദുബായിലെത്തിയ ആസിഫ് അലി ഇത് തന്റെ 2ാം വീടാണെന്ന് പറഞ്ഞു. മേഖലയിലെ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
മുഹമ്മദ് റഹീസ്, 24, ദുബായ്. യുഎയിലെ പ്രമുഖ ബിസിനസ് സെറ്റപ്പ് സ്ഥാപനമായ സ്റ്റാർട്ടപ്പ് വർക്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നടൻ ആസിഫ് അലി. ദുബായിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗിക സൈനിങ് സെറിമണി നടന്നു. ആദ്യമായാണ് യുഎയിലെ ഒരു ബിസിനസ് സെറ്റപ്പ് കമ്പനിക്ക് ബ്രാൻഡ് അംബാസിഡർ ഉണ്ടാകുന്നത്. പുതിയ ലോഗോയും പുറത്തിറക്കി. യുഎയിലെ സംരംഭകർക്ക് വിശ്വസ്ത സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സ്റ്റാർട്ടപ്പ് വർക്സ്. ഇതിനോടകം 35,000-ലധികം സംതൃപ്തരായ ഉപഭോക്താക്കളെ ഗ്രൂപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞു. ദുബായിലെ ആസ്പിൻ കൊമേഴ്ഷ്യൽ ടവറിൽ നടന്ന ചടങ്ങിൽ നടൻ ആസിഫ് അലി പുതിയ ബ്രാൻഡ് അംബാസഡറായി മാറി. സ്റ്റാർട്ടപ്പ് വർക്സുമായി വർഷങ്ങളായുള്ള ബന്ധമുണ്ടെന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ആസിഫ് അലി പറഞ്ഞു. ഒത്തിരി ഫ്ലറിഷ്ഡ് ആയിട്ട് നിന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടെ പെട്ടെന്ന് മാറിയത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് പരസ്പരം സഹായിക്കാനും ഇനി ഒന്നും കൂടെ അല്ലേ ഫ്രം ദ ബിഗിനിങ് തുടങ്ങണമെങ്കിൽ അങ്ങനെയും സഹായിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ഇനിഷ്യേറ്റീവിന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഫേസ് വാല്യൂവിനേക്കാൾ എന്നെ കൊണ്ട് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ, ഇത് ആളുകൾക്ക് എത്രത്തോളം ബിലീവബിൾ ആക്കാൻ പറ്റും, എത്രത്തോളം ഡിപ്പെൻഡബിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ ഐ ആം ഹിയർ. അപ്പം ഈ ഇനിഷ്യേറ്റീവിന് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്, ലൈക്ക് എപ്പോഴും ഉള്ളതുപോലെ തന്നെ. സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ ഒരു മികച്ച എക്കോസിസ്റ്റം ഉണ്ടാക്കാനും എവിടെ തുടങ്ങണം എന്നതുൾപ്പെടെ ഓരോ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കാനും തങ്ങളുണ്ടാകുമെന്ന് എമിറേറ്റ്സ് ഫസ്റ്റ് ഗ്രൂപ്പ് സ്ഥാപകനും സിഇഒയുമായ ജമാഅത്ത് ഉസ്മാൻ വ്യക്തമാക്കി. അതായത് ആൾക്കാർക്ക് ബിസിനസ് സെറ്റപ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി കൊടുക്കുക, ഫീസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ഒരു നല്ല പ്ലാനോ പ്രോജക്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെയും കൂടെ ഓൺ ബോർഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാർട്ടപ്പ് വർക്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. കൂടുതലായിട്ട് ആസിഫ് അലിയുടെ ഈ ഒരു എന്താ പറയുക കാലിബർ യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ഓണ്ടർപ്രണേഴ്സിനെ, യങ് ഓണ്ടർപ്രണേഴ്സിനെ ദുബായിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ എല്ലാവിധ എന്താ പറയുക സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സംരംഭകർക്ക് കൂടുതൽ സമഗ്രമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി മൈ ടീം എന്ന പുതിയ ഡിവിഷനും ആരംഭിച്ചു. ഒരു ബിസിനസ്സുകാരന് ആവശ്യമായ HR, ഫിനാൻസ്, അക്കൗണ്ടിംഗ്, കോംപ്ലയൻസ്, ബിസിനസ് സപ്പോർട്ട് സർവീസുകൾ, കൺസൾട്ടൻസി തുടങ്ങി എല്ലാ അനുബന്ധ സേവനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീർ, സ്റ്റാർട്ടപ്പ് വർക്സ് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് ഹിജാബ അബ്ദുള്ള തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24, ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.